ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസവും കൂടെ. അപ്പം ഞാൻ ഇന്ന് ലോങ് വീഡിയോ ഇടാം. നല്ലൊരു എന്താ പറയുക, ഒരു ഡിവൈനായിട്ടുള്ള ഒരു ഡേയാണ്. അപ്പോൾ എനിക്ക് അതുപോലൊരു എനർജി. രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിയായപ്പം 5:30 എഴുന്നേറ്റ് കുളിച്ചു, വിളക്ക് കത്തിച്ചു, അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഡേയാണ്. അപ്പോൾ ഞാൻ വെച്ച് വീഡിയോയും കൂടി എടുക്കാം. ഞാൻ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചില്ല, പക്ഷെ കുളിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓണാട്ടുകാരെ കാത്തിരുന്ന കുംഭഭരണി ദിവസമാട്ടെ. കുംഭമാസത്തെ ഭരണി ദിവസം നമ്മുടെ ചെട്ടുകുളങ്ങര അമ്മയുടെ പിറന്നാൾ ദിവസമാണ്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഈ വട്ടം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും പോകാൻ പറ്റണം എന്നില്ലല്ലോ, കുഴപ്പമില്ല. പക്ഷെ പോയില്ലെങ്കിലും എനിക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥിക്കാനും പിന്നെ നമുക്ക് ലൈവായിട്ട് കുത്തിയോട്ട വരവും അതുപോലെ തന്നെ കെട്ടുകാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ കാണാനൊക്കെ പറ്റും. പിന്നെ അവിടെ എത്താൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്, അത് പിന്നെ പോട്ടെ. അപ്പം നമുക്ക് രാവിലെ തന്നെ കുറച്ച് കുക്കിംഗ് പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരുപാട് സദ്യ വട്ടമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എല്ലാം നേരത്തെ തന്നെ അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഇവിടെ കുംഭഭരണി എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഞാൻ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട് ഫുള്ള് ഡീപ്പ് ക്ലീൻ, ഇന്നലെ രാത്രി ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്തു. ഇന്ന് കുക്ക് ചെയ്യാനുള്ള എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ചെറുതായിട്ട് അപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചുമാങ്ങയും കൂട്ടി ചെറിയ സദ്യ ആയിട്ടില്ല, കുറച്ച് കൂട്ടാനും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ജീവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതേ വന്നു, ആള് കിടന്നു. നമ്മൾ രാവിലെ വിളക്കെല്ലാം കത്തിച്ച് ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. പിന്നെ ജീവന് ഉച്ചയ്ക്ക് തന്നെ ഉച്ചയ്ക്കല്ല 3 മണിയാകുമ്പോഴത്തെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അതിന് മുമ്പ് ഫുഡെല്ലാം തയ്യാറാക്കി നേരത്തെ കഴിക്കാൻ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം. അമ്മ രാവിലെ വിളിച്ച് വീഡിയോ കോളിൽ കൂടെ കുത്തിയോട്ടവരെ കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവും നമ്മുടെ ഈ അടുക്കളയൊക്കെ കണ്ടിട്ട്. ഇനി അടുക്കളയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ജപ്പാനിൽ നമ്മൾ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. അതിന്റെ വീഡിയോസ് ഒന്നും എഡിറ്റില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായി ഇപ്പോൾ വന്നു. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടാം. പിന്നെന്താ പറയുക, രാവിലെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. ഞാൻ സാമ്പാറിനും അതുപോലെ അവിയലിന്, തോരന്, കിച്ചടി ഇതിനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇന്നലെ രാത്രി എല്ലാം അരിഞ്ഞു വെച്ചു. ഇന്നലെ ഫുൾ വീടെല്ലാം ഡീപ് ക്ലീൻ ചെയ്തു. ഇത്ര എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കണം, അതാണല്ലോ സ്പെഷ്യൽ. അപ്പൊ ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അടുത്ത് കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, കൊഞ്ചുമാങ്ങ എനിക്ക് മിക്ക കൂട്ടാനും കുറച്ച് ടൈം ഇരുന്ന് കഴിയുമ്പോഴേ എനിക്ക് ഇഷ്ടമുള്ളൂ. ചൂടോടെ അപ്പോഴേ അങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ചേറെ ടൈം ഇരുന്ന് ആ പുളിയെല്ലാം ഇറങ്ങിയ സെറ്റ് കൊഞ്ചുമാങ്ങ എസ്പെഷ്യലി പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഒന്നും പറയില്ല സെറ്റാക്കാം. അപ്പൊ അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. നമ്മള് കൊഞ്ചൊക്കെ മേടിച്ചു വെച്ചു, മുരിങ്ങയ്ക്കൊക്കെ മേടിച്ചു, മാങ്ങ എല്ലാം മേടിച്ചു. മാങ്ങ തത്തച്ചുണ്ടനാണ് കൊഞ്ചുമാങ്ങയ്ക്ക് നല്ലത്. പക്ഷെ നമുക്ക് തത്തച്ചുണ്ടനൊന്നും ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാങ്ങ, ഇത് ഏത് മാങ്ങയാന്ന് എനിക്കറിയില്ല, ഏതോ ടൈപ്പ് മാങ്ങ. അപ്പൊ അത് മേടിച്ചു, കൊഞ്ച് മേടിച്ചു. ഇനി കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആക്ച്വലി കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അവിയലും സാമ്പാറും ഇതൊക്കെ ഉണ്ടാക്കാറിയാം. കൊഞ്ചുമാങ്ങ കഴിഞ്ഞ വട്ടം കാണിച്ച, പക്ഷെ എന്നാലും കൊഞ്ചുമാങ്ങ മാത്രം ഈ വട്ടവും കാണിക്കാം. ബാക്കിയെല്ലാം നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ പോലെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വെറുതെ വീഡിയോ എടുത്ത് ലിങ്ക് നമ്മൾ കൂട്ടുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കഴുകി ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് പായസം വെക്കണമെന്നില്ല. ജീവനും പറഞ്ഞു പായസം വേണ്ട. പക്ഷേ ലാസ്റ്റ് ടൈം ആയപ്പോൾ അമ്മ പറഞ്ഞു അവിടെ കടലപ്രഥമനാന്ന് പറഞ്ഞപ്പം ഞാൻ സദ്യയൊക്കെ ഒരു 11 മണിയായപ്പോഴത്തെ സദ്യയൊക്കെ 11 10 ആയപ്പോഴത്തെ സദ്യ റെഡിയായി. എന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈമിൽ കടലപ്രഥമനൊക്കെ വെച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെച്ചെങ്കിലും ഇന്നത്തെ സദ്യയിലെ ഹൈലൈറ്റ് കടലപ്രഥമനായിരുന്നു. അത് കഴിഞ്ഞ് സാമ്പാറും അടിപൊളിയായിരുന്നു. പിന്നെ കൊഞ്ചുമാങ്ങയെ വരത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ ആയിരുന്നു കൊഞ്ചുമാങ്ങ. പിന്നെ ആ ഒരു 3ാമത്തെ സ്ഥാനേ വരത്തുള്ളായിരുന്നു. ഒട്ടും ശരിയാവാഞ്ഞ പരിപ്പ് കറിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ കൊഞ്ചെല്ലാം നമ്മൾ തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ നമ്മൾ മാങ്ങ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കുന്നുണ്ട് പുളി ഇറങ്ങാൻ വേണ്ടി. അപ്പോഴത്തേത് നമ്മുടെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ റെഡിയായി. പിന്നെ കൊഞ്ചുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങയ്ക്ക, ചിലവർ മുരിങ്ങയ്ക്ക ഇടാറില്ല, പക്ഷേ
നമ്മുടെ ഒതൻറ്റിക്കായിട്ടുള്ള കൊഞ്ചുമാങ്ങയ്ക്ക് മുരിങ്ങയ്ക്ക് ഇടാറുണ്ട്. നമ്മൾ മുരിങ്ങയ്ക്ക് ഇട്ടാണ് വെക്കാറുള്ളത്. അത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കണേ, അല്ലെങ്കിൽ വേവത്തില്ല. പിന്നെ നമുക്ക് തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. ആദ്യം തേങ്ങ, പിന്നെ അതിനകത്തിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും. കാന്താരിയാണ് ഒന്നുകൂടെ നല്ലത്. നിങ്ങൾക്ക് വേണേൽ കീറി ഇടാം, ഇങ്ങനെ ചതയ്ക്കണം എന്നില്ല. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ആഡ് ചെയ്യും. പൊടികളായിട്ട് മുളക് പൊടിയുടെ കുറച്ച് മതി. മല്ലിപ്പൊടി, പിന്നെ ഞാനിടുന്നത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടി കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയൊന്നും അരയണ്ട, ഇച്ചിരി അരവ് കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ കൊഞ്ചെല്ലാം ഒന്ന് കഴുകി എടുക്കണേ. കഴുകിയതിന് ശേഷം നമ്മുടെ ഈ മാങ്ങയിലെ വെള്ളം കളഞ്ഞ് ഈ കൊഞ്ചും കറിവേപ്പിലയും ഈ അരപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് ഒരു ടേസ്റ്റ് ആട്ടോ, കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഈ വെന്തിട്ടുള്ള ഈ മുരിങ്ങയ്ക്കായിലേക്ക് ഈ കൂട്ടും കൂടെ ചേർക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ലേശം വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇച്ചിരി പിന്നെ ആഡ് ചെയ്തു, എനിക്ക് അടുക്കി പിടിക്കുന്നു എന്ന് തോന്നി. അപ്പം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചുമാങ്ങ തയ്യാറായി. അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ ഒഴിച്ചു, പക്ഷേ വീഡിയോയിൽ അത് പതിഞ്ഞില്ല. അപ്പം നമ്മുടെ കൊഞ്ചുമാങ്ങ തയ്യാറാക്കി. കൊഞ്ചുമാങ്ങയ്ക്ക് ഏറ്റവും അടിപൊളി തത്തച്ചുണ്ട മാങ്ങ കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഞാൻ കഴിച്ചു. കടലപ്രഥമൻ റെഡിയായി. സദ്യക്കുള്ള കറികളെല്ലാം ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചു. ഇതിനകത്തിൽ സാമ്പാറുണ്ട്, പരിപ്പ് റെഡി. അപ്പോൾ ഫുഡെല്ലാം റെഡിയായി. ഞാൻ അധികമൊന്നും ഉണ്ടാക്കിയില്ല. സാമ്പാർ, പിന്നെ പരിപ്പ്, പപ്പടം, പിന്നെ അവിയൽ, കൊഞ്ചുമാങ്ങ, കിച്ചടി, പിന്നെ അച്ചാർ, ഇത്രേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ കടല വെച്ച് പ്രഥമൻ ഉണ്ടാക്കി. അത്ര ശരിയൊന്നും ആയില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, ടേസ്റ്റൊന്നും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ തേങ്ങ വറുത്ത് അതൊന്നും ഇട്ടില്ല. അപ്പം അങ്ങനെ തിരുമ്മിയതാണ് മേടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ, പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് വന്നു. പിന്നെ വിളമ്പിട്ട് കഴിക്കുന്ന കാണിക്കാം കേട്ടോ. തോരൻ, കൊഞ്ചുമാങ്ങ, സാമ്പാർ, പരിപ്പ്, അവിയൽ, പപ്പടം, കിച്ചടി, ചോറ്, പായസം, ചമ്മന്തിപ്പൊടി, അച്ചാർ ഞാൻ ഇവിടെ ഇട്ടില്ല, പിന്നെ പഴം. അങ്ങനെ നമ്മൾ സദ്യ എല്ലാം വിളമ്പിട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് പായസം തന്നെയാണ്. ഞാൻ വിചാരിച്ചില്ല പായസം ഇത്ര നന്നാവുമെന്ന്. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പം നമ്മൾ ഈ വർഷത്തെ കുംഭകർണ സദ്യ കഴിക്കും കേട്ടോ. ഞാൻ പരിപ്പെടുത്തില്ല, അപ്പം ശരി, ബൈ. കഴിച്ചിട്ട് പപ്പടം പൊട്ടിക്കും, പൊട്ടിക്കാം, കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഈ കഴിച്ചിട്ട് അടിപൊളി കഴിക്കട്ടെ. എല്ലാം കൊള്ളാൻ തോന്നുന്നു. ഉപ്പൊന്നും എനിക്കറിയത്തില്ല. അതെ, നോക്കിയില്ല. ശരി, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്നു, ജീവൻ ഡ്യൂട്ടിക്ക് പോകണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതായിരിക്കും ബൈ.